ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിതാ കേടുവന്ന തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇതുപോലെ തേങ്ങ കേടുവന്ന് കഴിഞ്ഞാൽ കളയാണ് പതിവ് അല്ലേ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നല്ലൊരു ടിപ്പാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കേടുവന്ന ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെത്തി കളയുന്നുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഒരു കറുപ്പ് വന്നിട്ടുള്ളൂ, ബാക്കി ഒരു മഞ്ഞ ഷെയ്ഡാണ് അതിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതിൽ നിന്നൊന്ന് അടർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ അടർത്തിയെടുത്ത തേങ്ങയൊക്കെ ഞാനിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ അതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം മതി കേട്ടോ, ഒരുപാട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം മാത്രം മതി. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പാലൊന്ന് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ചണ്ടി ആവശ്യമില്ല, പാല് മാത്രമാണ് നമ്മളതിന് ആവശ്യമായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പാല് നമുക്ക് ഒഴിച്ചെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഉണ്ടല്ലോ, വെള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇട്ടിട്ട് തുണിയൊന്ന് പിഴിഞ്ഞെടുത്താലും മതി, മുഴുവനായിട്ട് നമുക്ക് ആ പാലെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതുപോലൊരു പാൻ എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ ഇതാ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. നല്ല അടിപൊളി ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ എത്ര പഴകിയ തേങ്ങയാണെങ്കിലും കേടുവന്ന തേങ്ങയാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് കളയാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതാ നമ്മുടെ ഏകദേശം ഒരു എണ്ണ മുകളിലേക്ക് തെളിഞ്ഞ് വരുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആ വെളിച്ചെണ്ണ കണ്ടോ, അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ കേടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ സ്മെല്ലുണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതാ നമ്മുടെ തേങ്ങൻ്റെ ആ ഒരു പേരിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ കേടുവന്ന ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സ്മെല്ല് തന്നെ ആയിക്കിട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ എണ്ണയൊക്കെ ആട്ടിയെടുത്ത് കഴിഞ്ഞാൽ കുറേ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയൊക്കെ കാറിപ്പോവാറുണ്ട് അല്ലേ. അങ്ങനെ കാറിപ്പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വേറെ ഇതുപോലൊരു തേങ്ങ എടുക്കാം. അപ്പോൾ കേടുവന്നതല്ല, നല്ല തേങ്ങ തന്നെ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് നമ്മൾ കേടുവന്ന തേങ്ങ അതിൻ്റെ കൂടെ ഇതുപോലെ പാലൊഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാറിയ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കേടുവന്ന തേങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും നമ്മൾ കളയാതെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കേടുവന്ന തേങ്ങയിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണെന്നേ പറയില്ല. അപ്പോൾ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ തേച്ച് കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മുതിർന്ന അവർക്കും വേണമെങ്കിലും ഇതുപോലെ നമുക്ക് തേച്ച് കുളിക്കാവുന്നതാണ്, ഡ്രൈ സ്കിന്നുള്ളവർക്ക്. അതുപോലെ കൂടുതലും കാലൊക്കെ വിണ്ട് കീറുന്നവർക്ക് ഇത് വളരെ നല്ലതാണ് കേട്ടോ തേക്കുന്നത്. വിള്ളിച്ചൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതുപോലെ തീപ്പൊള്ളലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ പണ്ടൊക്കെ അമ്മമാർ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഉരുക്ക വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് തേക്കാറുണ്ട്. പൊള്ളലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. നമ്മൾ കളയുന്ന തേങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.